ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ശില്പ. അപ്പോൾ ഇന്നാണ് നമ്മുടെ യേസു ബേബിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു പ്ലേസിൽ വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ക്ലോസ് ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു പ്ലേസ് തന്നെ ഒത്തു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കർസക്കാനുള്ള അൽഹുദ വില്ലയാണ്. അപ്പോൾ എന്തായാലും വില്ലയുടെ അകത്തുള്ള കാഴ്ചകളും അതുപോലെ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ നമുക്ക് ഈ ഒരു വ്ളോഗിൽ കാണാം. പിന്നെ മെയിനായിട്ട് എടുത്തു പറയേണ്ടത് ഈ ഡെക്കറേഷനൊക്കെ നമ്മൾ തന്നെ ചെയ്തതാണ്. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ തെമൂന്ന് ഓർഡർ ചെയ്ത് നമ്മൾ തന്നെ തട്ടിക്കൂട്ടി ചെയ്ത ഒരു സിമ്പിൾ ഡെക്കറേഷനാണ്. ഈ ഒരു ഡെക്കറേഷനും ഈ ഒരു പ്ലേസും നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ നിങ്ങൾക്കും ഇഷ്ടമായോ എന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വില്ല ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ട് വരാം. ചെറിയൊരു പൂളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു വില്ലയാണ്. പിന്നെ സത്യം പറയുകയാണെങ്കിൽ ഇതൊരു ഹണിമൂൺ കോട്ടേജ് അല്ലെങ്കിൽ സ്മോൾ ഫാമിലി മെമ്പേഴ്സ്, അതായത് 6 മെമ്പേഴ്സിനൊക്കെ ഗെറ്റ് ടുഗദർ അതുപോലെ എന്തെങ്കിലും സെലിബ്രേഷനൊക്കെ ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള ഒരു വില്ലയാണ്. അവർ മാക്സിമം 6 മെമ്പേഴ്സിനെ ആയിരുന്നു അലൗ ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് അവർ 15 മെമ്പേഴ്സിനെ അലൗ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യേണ്ട ടൈമിൽ ഒരുപാട് പൂളൊക്കെ പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു പ്ലേസും ആണ്. പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഡെക്കറേഷൻ ഇല്ലെങ്കിൽ പോലും നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നല്ലൊരു ആംബിയൻസ് ഉള്ള പ്ലേസാണ്. പിന്നെ ഒരു അത്യാവശ്യം വലിയൊരു ഹാള്, അതുപോലെ ഹാളിനോട് ചേർന്നിട്ട് ഒരു റൂമും ഉണ്ട്. അപ്പം മെയിനായിട്ട് ഞാൻ ഹാളൊന്നും എടുക്കാതെ ഇങ്ങനെ ഒരു പുറത്തൊരു സ്പേസ് എടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ആകുമ്പം ഒരുപാട് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. പിന്നെ പ്രത്യേകിച്ച് യേസു ബ്രസ്റ്റ് ഫീഡിങ് കൂടി ആയതുകൊണ്ട് തന്നെ ഫീഡിങ് റൂമോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പ്രൈവറ്റ് ആയിട്ടുള്ള സ്പേസ് കിട്ടാതെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാമെന്നുള്ളത് എന്താ പറയുക, ഒരു പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്തെങ്കിലും പൂള് പോലെയുള്ള ഒരു പ്ലേസ് എടുത്തിട്ട് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു പ്ലേസ് കണ്ടപ്പം ഇത് തന്നെ അങ്ങനെ ഫൈനലൈസ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ വന്ന ടൈമിൽ നമുക്ക് 8 മണി മുതൽ 4 മണി വരെ ആയിരുന്നു ടൈം സ്ലോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. വന്ന ടൈമിൽ അത്യാവശ്യം ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടിലെ ആ ഒരു എന്താ പറയുക, ആ ഒരു നൊസ്റ്റാൾജി ഫീലായിരുന്നു ഫസ്റ്റ് നമ്മൾ വന്നപ്പോൾ ഉണ്ടായിരുന്നത്. ആ ഒരു ചെറിയൊരു ഹട്ട് പോലത്തെ ആ ഒരു പ്ലേസിനുള്ളിൽ വെച്ചായിരുന്നു ഫസ്റ്റ് ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ചെറിയ ചോക്ലേറ്റിനുള്ളിലൊക്കെ ഇതുപോലെ സ്റ്റിക്കറൊക്കെ വെച്ച് ഞാൻ തന്നെ ചെയ്തതാണ്. ഒരു താങ്ക് യു കാർഡ് പോലെയും അതുപോലെ നമുക്ക് ഷർട്ടിൽ പിൻ ചെയ്യാൻ പോലെ അതുപോലെ നമുക്ക് വിഷസൊക്കെ എഴുതാൻ പറ്റുന്ന ബോർഡ്, ഇതൊക്കെ ഞാൻ തന്നെ സെറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. നമ്മൾ ടിങ്കർ ബെൽ തീമിലാണ് ഈ ടൈമിൽ ഫസ്റ്റ് ബർത്ത്ഡേ പ്ലാൻ ചെയ്തത്. അപ്പോൾ എല്ലാം ഒരു ഗ്രീനായിട്ട് കേക്കാണെങ്കിലും അതിൻ്റെ അനുസരിച്ചുള്ള ഒരു തീമാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ ആരൂസിനാണെങ്കിലും അച്ചൂസൊക്കെ ഉള്ളതുകൊണ്ട് അവരവരുടേതായിട്ടുള്ള കളിയൊക്കെ ചെയ്ത് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വിചാരിച്ച പോലെ കുറച്ച് നന്നായിട്ട് തന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനും അതുപോലെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. എന്തായാലും എടുത്ത ഫോട്ടോസും ഇതൊക്കെ ഞാൻ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാം. ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായൊന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ആരൂസിനാണെങ്കിൽ പൊതുവേ ഫോട്ടോസ് എടുക്കുന്നതിൽ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ആളെ പിടിച്ചു നിർത്താൻ മാക്സിമം നോക്കി. പക്ഷേ ഒരുപാട് ഫോട്ടോസിലൊന്നും അവൻ നിന്നിട്ടില്ല. അത്യാവശ്യം കുറച്ച് ഫോട്ടോസിലുണ്ട്. പിന്നെ ഇതുപോലെ ഭയങ്കരമായിട്ട് ഉള്ള കുരുത്തക്കേടായിരുന്നു. കേക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഫോട്ടോസ് എടുക്കുമ്പോൾ തൊട്ട് വായിൽ വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കേക്കിൻ്റെ ഒരു സൈഡിൽ ഫുള്ളായിട്ട് അവ കൈവച്ച പാടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് തന്നെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. അതുപോലെ ഏതൊരു ഫംഗ്ഷൻ നടത്തുമ്പോഴാണെങ്കിലും അതൊന്ന് സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക്കാണ്. കാരണം നമ്മൾ ആ ഒരു ഡെക്കറേഷൻ ആണെങ്കിലും ആ ഒരു പ്ലേസ് ആണെങ്കിലും ഒക്കെ ഫൈനലൈസ് ചെയ്യുക എന്നുള്ളത് അത്യാവശ്യം പണിയുള്ള കാര്യം തന്നെയാണ്. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് സെറ്റ് ചെയ്യുക എന്നുള്ളത്. കാരണം ഞാൻ ഈ ഒരു സ്പോട്ട് ഫൈനലൈസ് ചെയ്യാൻ തന്നെ ഒരുപാട് പ്ലേസ് പോയി കണ്ടു. പിന്നെ ഡെക്കറേഷൻ്റെ കേസാണെങ്കിലും നമ്മുടെ ആ ഒരു ബഡ്ജറ്റിനനുസരിച്ച് ആക്കിയെടുക്കുക എന്നുള്ളത് തന്നെ വലിയൊരു കഷ്ടപ്പാടാണ്. പിന്നെ കേക്കാണെങ്കിലും അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചതിനനുസരിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പാട് തന്നെയുണ്ട്. എന്നാലും നമ്മൾ ലാസ്റ്റത്തെ ആ ഒരു ഫോട്ടോസും ആ ഒരു വീഡിയോ ഒക്കെ നോക്കിയിട്ടായിരിക്കും ഒരു ഫംഗ്ഷനെ വിലയിരുത്തുന്നുണ്ടാവുക. നല്ല ഭംഗിയുണ്ട്, നമ്മൾ പൊതുവെയുള്ള ആൾക്കാരെ അഭിപ്രായം പറയാം. പക്ഷെ അതിന് പിറകിൽ ഇതുപോലെ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. അപ്പോൾ എനിക്കെന്തായാലും ഞാൻ വിചാരിച്ച പോലെ നന്നായിട്ട് തന്നെയാണ് ഫോട്ടോസാണെങ്കിലും അതുപോലെ പ്ലേസ് ആണെങ്കിലും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോസിലൊക്കെ നിങ്ങൾക്ക് കാണാം ബാക്കിലുള്ള ആ ഒരു ആർച്ച് പോലെയുള്ള സെറ്റപ്പും ആ ഒരു ചെയറൊക്കെ
ചെയർ ഞാൻ പ്രോബ് റെൻറ്റിനെടുത്ത്, ആർച്ചൊക്കെ ഞാൻ തെമ്മൂന്നൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ തന്നെ ഫ്ലവറൊക്കെ സെറ്റ് ചെയ്തിട്ട് ആക്കിയെടുത്തതാണ്. എനിക്ക് മനസ്സിൽ ഇതേപോലെ ഫോട്ടോസ് വേണമെന്നുള്ള ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫർ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. എന്തായാലും ഫോട്ടോഗ്രാഫേഴ്സിനെ കുറിച്ചിട്ടുള്ളതാണെങ്കിലും കേക്കിനെ കുറിച്ചിട്ടുള്ളതാണെങ്കിലും പ്ലേസിനെ കുറിച്ചിട്ടുള്ളതാണെങ്കിലും ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പം ബഹ്റിലുള്ള ആൾക്കാരാണെങ്കിലും ഇതുപോലെ എല്ലാം സെറ്റ് ചെയ്തെടുക്കാനും നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് കിട്ടുമോ അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷനിലായിരിക്കും മേ ബി ഇങ്ങനെയുള്ള സെലിബ്രേഷനൊക്കെ വേണ്ടാന്ന് വെക്കുന്നുണ്ടാവുക. നമ്മൾ തന്നെ വിചാരിച്ചാൽ കുറച്ച് സെർച്ച് ചെയ്താൽ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ഒരു സെലിബ്രേഷനൊക്കെ ആക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന റിസൾട്ട്. എന്തായാലും ഈ ഒരു ഫോട്ടോസും അതുപോലെ ഈ ഒരു സെലിബ്രേഷനും നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.